കോഴിക്കോട് നരിക്കുനിയിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ 6ാം ക്ലാസ്സുകാരന് ഗുരുതര പരിക്ക്. ഒട്ടോളി സ്വദേശി മുഹമ്മദ് ഹംദാനെയാണ് കളിക്കുന്നതിനിടെ കാട്ടുപന്നി ആക്രമിച്ചിരിക്കുന്നത്. ദിലീഷ തിലകനുണ്ട് കോഴിക്കോട് നിന്ന്. ദിലീഷ, ഈ കുട്ടിയുടെ പരിക്ക് എത്രത്തോളം ഗുരുതരമാണ്? എന്താണ് മറ്റു വിവരങ്ങൾ? അമൽ, വ്യാഴാഴ്ച വൈകിട്ട് ഏകദേശം 5 മണിയോടെ ആണ് ഇത്തരത്തിലൊരു കാട്ടുപന്നി ആക്രമണത്തിന് ഈ കുട്ടി ഇരയാകുന്നത്. അതായത് കോഴിക്കോട് നരിക്കുനിയിലാണ് സംഭവം. എളേറ്റിൽ വട്ടോളി സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് ഹംദാനാണ് ഇത്തരത്തിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിന് ഇരയായിട്ടുള്ളത്. കുട്ടിക്ക് ഗുരുതരമായിട്ട് തന്നെ പരിക്കേറ്റിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കണ്ടാൽ മനസ്സിലാകും. കുട്ടിയുടെ കൈക്കും കാലിനും എല്ലാം തന്നെ ഒടിവുണ്ട്. അതുപോലെ തന്നെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആഴത്തിലുള്ള മുറിവുകളുമുണ്ട്. ഈ കുട്ടി വീടിന് സമീപം കൂട്ടുകാർക്കൊപ്പം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് കാട്ടുപന്നി ആക്രമിക്കുന്നത്. ഉടനെ തന്നെ കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഈ 10ഓളം കുട്ടികൾ അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ കാട്ടിൽ നിന്ന് പന്നി പാഞ്ഞെടുക്കുന്നത്. ഭയന്ന് ഓടുന്നതിനിടെയാണ് ഹംദാനെ ഈ കാട്ടുപന്നി കുത്തി വീഴ്ത്തിയത്. ആക്രമണത്തിൽ കുട്ടിയുടെ കൈക്കും കാലിനും ഗുരുതരമായിട്ടുള്ള പരിക്കുകൾ പറ്റിയിട്ടുണ്ട്. എന്തായാലും നാട്ടുകാർ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലാണ്. കാരണം ജനവാസ മേഖലയാണ്. ഇവിടെ കാട്ടുപന്നി ശല്യം വലിയ രീതിയിൽ വർദ്ധിച്ചു വരുന്നുണ്ട്. പകൽ സമയത്ത് പോലും കുട്ടികളടക്കം കളിക്കാൻ പോലും പുറത്ത് ഇറങ്ങാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ്. അതിരാവിലെയൊക്കെ മദ്രസയിലേക്കൊക്കെ ഒരുപാട് കുട്ടികൾ പോകുന്ന വഴിയാണ്. അതുകൊണ്ട് തന്നെ അടിയന്തരമായിട്ടുള്ള ഒരു ഇടപെടൽ വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കോഴിക്കോട് നരിക്കുനിയിലാണ് ഇത്തരത്തിൽ കാട്ടുപന്നിയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്കാണ് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത്. നമുക്കൊരു ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.